കോട്ടയം വൈക്കത്ത് CPI ഓഫീസിൽ കർഷകൻ തൂങ്ങിമരിച്ചു. പ്രദേശത്തെ ജനകീയ കർഷകനായ ചെല്ലപ്പൻ പുളിക്കശ്ശേരിയാണ് തലയാഴം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPI നേതാക്കൾ തന്റെ ഉപജീവന മാർഗം നശിപ്പിച്ച് വേട്ടയാടുന്നു എന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് ചെല്ലപ്പൻ ജീവനൊടുക്കിയത്. എനിക്ക് ചിലപ്പോൾ അതിനിപ്പറ എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം വൈക്കത്ത് CPIക്കാണെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അത് കഴിഞ്ഞ് സംഭവിച്ചാലും വൈക്കത്ത് CPIക്കാർക്ക് മാത്രമാണ്. എന്നെ ഇല്ലാതെ ചെയ്യുമെന്ന് 100% എനിക്കറിയാം. അത്തരം ഒരു ചാണക്യ ബുദ്ധിയാണ് ഈ TN രമേശനും പിന്നിൽ നിൽക്കുന്നവരുടെയും CPIക്കാരുടെയും തലയിലുള്ളത്. ചെല്ലപ്പന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് വീഡിയോ ആണിത്. CPI നേതാക്കൾ തന്നെ ദ്രോഹിക്കുന്നു, ഉപജീവന മാർഗം മുട്ടിച്ചു, കൃഷി നശിപ്പിച്ചു, കൃഷിമന്ത്രിക്കുൾപ്പെടെ നിരവധി പരാതികൾ നൽകി, നടപടിയൊന്നുമില്ല. ഇങ്ങനെ CPI നേതൃത്വത്തിനെതിരെ പ്രാദേശിക നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടെ പരാമർശിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് കൈക്കും കാലിനും സ്വാധീനക്കുറവുള്ള ചെല്ലപ്പനെ CPI തലയാഴം പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ കെട്ടിടത്തിൽ തന്നെയാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി വരെ ഓഫീസിൽ ആളുകൾ ഉണ്ടായിരുന്നു. ദീർഘകാലം CPIയുടെ പ്രാദേശിക നേതാവായി ജനകീയനായിരുന്നു ചെല്ലപ്പൻ. പിന്നീട് പാർട്ടി നയങ്ങൾക്കും നേതാക്കളുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾക്കുമെതിരെ കലഹിച്ചു. പാർട്ടിയിൽ നിന്നും അകന്നു നിന്ന ചെല്ലപ്പൻ ഇതോടെ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായി. CPI ജില്ലാ നേതാക്കൾ ചെല്ലപ്പനെതിരെ പ്രതികാര നടപടികളും തുടങ്ങി. കൃഷി നശിപ്പിക്കുന്നതടക്കമുള്ള പ്രതികാര നടപടികൾ CPI നേതാക്കളിൽ നിന്നും ഇതോടെ ചെല്ലപ്പന് നേരിടേണ്ടി വന്നു. കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന വീമ്പു പറയുന്ന CPIയുടെ ഓഫീസിൽ തന്നെ പാർട്ടി ദ്രോഹങ്ങളിൽ മനംനൊന്ത് കർഷകൻ ജീവനൊടുക്കിയത് CPIയുടെ വക്രമുഖം തുറന്നു കാട്ടുകയാണ്. കർഷകന്റെ ആത്മഹത്യ ഇടതു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കിയ പ്രഹരവും വലുതാണ്. വൈക്കത്ത് CPI നേതൃത്വത്തോട് കലഹിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേർന്ന സംഭവവികാസങ്ങൾ നിലനിൽക്കെ CPIയുടെ മുൻകാല പ്രാദേശിക നേതാവിന്റെ പാർട്ടി ഓഫീസിലെ തൂങ്ങിമരണവും CPIയെ വലിയ ആഘാതത്തിലാക്കിയിട്ടുണ്ട്. ജനം, കോട്ടയം.